നിങ്ങൾ കൃപാസന മാതാവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നമ്മുടെ തിരിയെ കത്തിച്ച് ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന. അതുവഴി എൻ്റെ ജീവിതത്തിൽ നടന്നൊരു എക്സ്പീരിയൻസിനെ പറ്റി ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനെപ്പറ്റി ആദ്യം കേട്ടപ്പോൾ എനിക്കും വലിയ വിശ്വാസങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം ഞാനൊരു വട്ടം അവിടെ പോയപ്പം മാതാവിനെ കാണണമെങ്കിൽ ക്യൂ നിൽക്കണം, പൈസ കൊടുക്കണം. വലിയ പൈസ അല്ല, ചെറിയൊരു പൈസ കൊടുക്കണം. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാനും ഓർത്ത് ഇത് പൈസയ്ക്ക് വേണ്ടിയുള്ള ഇതായിരിക്കും. അപ്പോൾ എന്തിനാ വെറുതെ മാതാവിനെ കാണാൻ വേണ്ടി പൈസ കൊടുക്കുന്നത്? മാതാവിനെ നമ്മൾ ഡയറക്റ്റ് പ്രാർത്ഥിച്ച മാതാവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല എന്നുള്ളൊരു തോട്ടായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ഒന്ന് പോയിട്ട് ഞാൻ തിരിച്ചിങ്ങനെ വീട്ടിൽ പോന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളുണ്ടായി. എൻ്റെ ജോലിയുടെ കാര്യത്തിലായാലും, പിന്നെ എനിക്ക് കാലിനൊരു ഫ്രാക്ചർ പറ്റി, എൻ്റെ ലിഗമെൻറ്റിന് പ്രശ്നമായി. അങ്ങനെ ഒത്തിരി ഡോക്ടർമാരുടെ അടുത്ത് പോവുകയും ഒക്കെ ഒത്തിരി ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇനിയും കളിക്കാനൊന്നും പോകാൻ പറ്റത്തില്ല, വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് കിട്ടിയ ജോലികൾ വരെ